ആറന്മുളയിലെ സ്ഥിതി അതീവ ഗുരുതരം. പമ്പയും പണിമലയാറും മീനച്ചിലാറും കരകവിഞ്ഞ് ഒഴുകുകയാണ്. റാന്നി മേഖലയിൽ വീണ്ടും ശക്തമായ മഴ പെയ്യുന്നുവെന്നും വിവരങ്ങളുണ്ട്. എം മനോജാണ് തത്സമയ വിവരങ്ങളുമായി ചേരുന്നത്. മനോജെ, ഇപ്പോഴെങ്ങനെയാണ് സ്ഥിതി? മഴ കുറഞ്ഞിട്ടുണ്ടോ അതോ എന്താണ് ഏറ്റവും പുതിയ വിവരം? ആര്യശ്രീ, മഴ അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിലും വെള്ളം ഒഴുകിയെത്തുന്നതിന് കുറവില്ല. കാരണം ഈ ആറന്മുള ജംഗ്ഷനിൽ 4 ഭാഗത്തു നിന്നും, അതായത് 3 റോഡുകൾ വന്ന് ചേരുന്ന സ്ഥലത്ത് വെള്ളം ഇപ്പോഴും ഒഴുകിയെത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് മാത്രമാണ് അല്പമൊന്ന് ഒഴുക്കിന് ശമനമുള്ളത്. എന്നാൽ പോലും ഈ ഭാഗത്ത് വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണ്. ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴും ഇതുവഴി കടന്നു പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും അല്പദൂരം കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നടന്നു പോകാൻ പറ്റാത്തത്ര രീതിയിലേക്ക് വെള്ളം കയറിയിരിക്കുന്നു എന്നുള്ളതാണ്. ക്ഷേത്രത്തിൻ്റെ ഭാഗത്തോട്ടൊന്നും പോകാൻ പറ്റില്ല. എവിടെ നിന്ന് വരുന്നവരാ? എങ്ങനെയുണ്ട് അവിടുത്തെ? ഇവിടുത്തെ ഈ 2018 ശേഷം ഇതുപോലെ പെട്ടെന്ന് വെള്ളം വന്ന ഒരു ദിവസം ഉണ്ടായിട്ടില്ല. കാരണം ഇന്നലെ 1 മണി തൊട്ട് രാത്രി 1 മണിക്ക് ശേഷം വന്ന ഒരു വെള്ളമായിട്ട് പെട്ടെന്ന് പ്രതീക്ഷിതമായിട്ട്. അതെ. അങ്ങോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണല്ലോ. അവിടെ വലിയ ബുദ്ധിമുട്ട്, വണ്ടിയൊന്നും പോകത്തില്ല. നമ്മൾ നടന്ന് നമുക്ക് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോകാം. അവിടെ ഒരാൾ കനാലിൽ വീണതായിട്ടൊക്കെ കേട്ടിരുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറ്റി വിവരമില്ല. നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുവാണ്ട് അറിഞ്ഞില്ല. വള്ളസദ്യ ഉണ്ടായിരുന്നു, അതിനുശേഷം വീട്ടിൽ പോയിട്ട് പിന്നെ കടയിൽ സാധനം എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാം. അപ്പോൾ വള്ളസദ്യ വിവിധ കരക്കാരാണ് ഇവിടെ ക്ഷേത്രത്തിൽ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിലേക്ക് എത്തിയ ഒരുപാട് പേരുണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ അവിടെ ഇനിയും ബാക്കി ആയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ അതൊക്കെ എടുക്കാനായി പോകുന്ന ആളുകളാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള യുവാക്കളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ ഈ വെള്ളത്തിലും അങ്ങനെ ഓടിക്കളിച്ച് കിടക്കുന്ന കുറേയൊക്കെ കാണാം. അതോടൊപ്പം തന്നെ ആശങ്കയോടുകൂടി വീടുകളിൽ നിന്നും മറ്റിടങ്ങളിലേക്ക് പോകുന്ന ഒരുപാട് പേരെ കാണാം. എന്തായാലും വലിയ വിഷമത്തിൽ പോകുന്ന ആൾക്കാരുമുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ആസ്വദിച്ച് പോകുന്ന ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും സുരക്ഷിതരായി ഇരിക്കുക എന്നുള്ളത് മാത്രമേ എല്ലാവരോടും പറയാനുള്ളൂ. കാരണം ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി എത്തുമ്പോൾ ഏത് ഭാഗത്തു കൂടിയാണ് എങ്ങനെയാണ് വരിക എന്ന് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഇന്ന് ഇവിടെ വെള്ളം കയറിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ ആ ചേട്ടൻ തന്നെ പറഞ്ഞാൽ നമുക്കറിയാം, അപ്രതീക്ഷിതമായിട്ട് 2018 മാത്രമേ ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ളൂ. അതിനുശേഷം അപ്രതീക്ഷിതമായിട്ടാണ് ഇവിടേക്ക് ഇത്തരത്തിൽ വെള്ളം ഇങ്ങനെ ഒഴുകിയെത്തുന്നത്. അപ്പോൾ നമ്മളിനി ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് ക്ഷേത്രം ഇരിക്കുന്ന ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മുഴുവൻ ഇതുപോലെയാണ്, വെള്ളമാണ്, ഒഴുകിയെത്തുകയാണ്. അതായത് ഇതിന് വേഗതയ്ക്ക് കുറവൊന്നുമില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ ഭാഗത്തേക്ക് അവസാനമായി ഒഴുകിയെത്തുന്ന വെള്ളമാണ് ഈ ഭാഗത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ ഒഴുക്കിന് കുറവുണ്ടെങ്കിൽ പോലും അങ്ങോട്ടേക്ക് പോകുമ്പോഴും കൂടുതലായി അവിടെ ഒഴുക്കുണ്ട്. ഈ അടിയൊഴുക്കാണ് ഈ പ്രശ്നം. റോഡിലൂടെയാണ് ഒഴുകി എത്തുന്നതെങ്കിലും അതിനെ ക്രോസ് ചെയ്ത് പോകാൻ ഇവിടെയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഈ ഓഫ് റോഡ് വാഹനങ്ങളാണ് ഇതുവഴിയൊക്കെ കടന്നു പോകുന്നത്. JCB ഒക്കെ ഉൾപ്പെടെ ഇവിടെ വന്ന് ആളുകളെ ഇവിടെ നിന്നും കൊണ്ടുപോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു. തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ ഇതൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മഴയും ഇത്തരത്തിൽ വെള്ളം പൊക്കവും ഉണ്ടായ സാഹചര്യത്തിൽ എന്തെങ്കിലും നടപടികൾ ഇവർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നോ? ഇവർ ഈ ഒരു സാഹചര്യത്തിൽ അവരെങ്ങനെയാണ് അതിനെ നേരിട്ടത്? ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം, അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? നിലവിലിപ്പോൾ 2-3 സ്കൂളുകളിലായി ക്യാമ്പുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ക്രമീകരിച്ചിട്ടുള്ള ക്യാമ്പുകളിലേക്കാണ് ഇത്തരത്തിൽ സുരക്ഷാ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുപോകുന്നത്. വെള്ളം കയറിയ വീടുകളിൽ നിന്നൊക്കെ ആളുകളെ അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണെന്ന് ഇവിടെ MLA അടക്കം നമ്മളോട് അറിയിച്ചു കഴിഞ്ഞു. ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് ആ ഭാഗത്തുണ്ട് എന്നുള്ളതാണ്. NDRFിൻ്റെ ഒരു സംഘത്തോടും ഇക്കാര്യം അറിയിച്ചിരുന്നു. ഗുരുതരമായിട്ടുള്ള മറ്റ് അപകടങ്ങളൊന്നും നിലവിൽ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ വെള്ളത്തിൻ്റെ ഈ ഒഴുക്ക് തന്നെയാണ് ആശങ്ക പടർത്തുന്നത്. വെള്ളം ഇങ്ങനെ റോഡുകളിലൂടെ ഒഴുകിയെത്തുമ്പോൾ അത് വീടുകളിലേക്കും ഈ ഇവിടെയുള്ള കടകളിലേക്കും ഒക്കെ കയറുന്നു. അതായത് റാന്നിയിൽ ജലനിരപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ വെള്ളമെല്ലാം ഒഴുകി എത്തുന്നത് ആറന്മുളയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ആറന്മുളയിലേക്ക് എത്തുമ്പോൾ ഈ എല്ലാ ഭാഗത്തേക്കും വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ എടശ്ശേരി മല. ഇതെല്ലാം എടശ്ശേരി മലയാണ്. അങ്ങേ മലയെന്ന് നടന്നു വരികയാണ്. ഇവിടെ ബാങ്കിൽ സെക്യൂരിറ്റിയാണ്, ഡ്യൂട്ടിക്ക് പോകാനായിട്ട് വരുക. എവിടെയാ? സൊസൈറ്റി ബാങ്ക്. ഇന്ന് ഡ്യൂട്ടി ഉണ്ടോ? ബാങ്കല്ലേ, അവിടെ പോകാതിരിക്കാനൊക്കത്തില്ലല്ലോ. വെള്ളമാണ് അങ്ങോട്ട്? വെള്ളമാണ്. രാവിലെ തൊട്ടേ ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ ഇപ്പം പോയിട്ട് പിന്നെ വീട്ടിൽ പോയിട്ട് വരുക.
തീർച്ചയായും. അപ്പോൾ ഈ കാര്യത്തിനൊക്കെ ഇടയിലും, അതായത് ഇത്തരത്തിൽ ആശങ്ക നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ജോലിക്ക് പോകുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. കാരണം ഈ വെള്ളമൊക്കെ നടന്ന് ഇതൊക്കെ കഴിഞ്ഞ് അങ്ങ് വേണം ബാങ്കിലേക്ക് എത്താൻ. ആ ചേട്ടൻ അങ്ങനെ പോവുകയാണ്. കാരണം നമുക്കറിയാം, സ്വാഭാവികമായും ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേർ, അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വന്നാൽ പോലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അവരുടെ നിത്യജീവിതത്തിലെ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതുതന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. എങ്കിൽ പോലും ആശങ്കാജനകമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ജംഗ്ഷൻ എന്ന് പറയുന്നത് 3 റോഡുകൾ വരുമ്പോൾ അതിലൊന്ന് ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡാണ്. ഒന്ന് മറ്റിടങ്ങളിൽ, അതായത് റാന്നിയിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്ന റോഡ്, അത് ഈ പമ്പാ നദിയിലെ ജലനിരപ്പ് ഉയരുമ്പോൾ ഇവിടേക്ക് സ്വാഭാവികമായും ആ വെള്ളം ഇങ്ങനെ കയറി എത്തുന്നതാണ്. ഈ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഇവിടെ നിന്നും വെള്ളം വേഗതയിൽ ഒലിച്ചു പോകും. അതായത് കുത്തിയൊലിച്ച് വരുന്ന ജലമാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മാലിന്യങ്ങളും അതോടൊപ്പം തന്നെ വീടുകളിലെയും അതോടൊപ്പം കടകളിലെയൊക്കെ മാലിന്യങ്ങളടക്കം ഒഴുകിയെത്തുകയാണ്. അത് മറ്റ് പകർച്ചവ്യാധി അടക്കമുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് കാണാൻ സാധിക്കും. അതായത് വളരെയധികം സുരക്ഷിതമായി മാത്രമേ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുമ്പോഴും അതോടൊപ്പം തന്നെ ഇതുവഴിയൊക്കെ പോകുമ്പോഴും നമുക്കത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു സ്ഥലം, അതായത് ആറന്മുള ക്ഷേത്രം നമുക്കറിയാം, വള്ളസദ്യ അതോടൊപ്പം തന്നെ പള്ളിയോട സമിതികളുടെയും ഒക്കെ പേരിൽ വലിയ രീതിയിൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്, പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുൻപിലത്തെ കാഴ്ചകളാണ്, ആ സമീപത്തുള്ള ജംഗ്ഷനിലേക്ക് കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് പേരാണ് ഈ വള്ളസദ്യ നടക്കുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനെ കരക്കാരൊക്കെ എത്തി, അവർക്ക് പക്ഷേ തിരികെ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി. വെള്ളം അങ്ങനെ ഒഴുകിയെത്തി, വെള്ളം നിറഞ്ഞു. അങ്ങനെ അവർക്ക് അത് മുറിച്ച് കടന്ന് പോകേണ്ട ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇവിടെ കുറേയധികം യുവാക്കൾ ഓഫ് റോഡ് വാഹനങ്ങളൊക്കെ ആയിട്ട് വന്നാണ് അവരെ പിന്നീട് കൊണ്ടുപോകുന്നത്. എന്തായാലും അങ്ങനെ വലിയ രീതിയിലൊരു ആശങ്ക പടർന്ന ഒരു സാഹചര്യമായിരുന്നു ഇവിടെ. എല്ലാവരും കുട്ടികളടക്കം ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്, അവരൊക്കെ ചിലവരൊക്കെ വന്ന് ചിരിച്ച് കളിച്ച് പോകുമ്പോഴും ഇവിടെയുള്ള മറ്റ് ജനങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമകരമായിട്ടുള്ള സംഭവമാണ്. കാരണം ദിവസവും ഇവിടെ തുറന്ന് പ്രവർത്തിക്കേണ്ട പല സ്ഥാപനങ്ങളും ഇന്ന് തുറന്ന് പ്രവർത്തിക്കാനാവുന്നില്ല. അവിടേക്കൊക്കെ വെള്ളം കയറി, വീടുകളിലേക്കൊക്കെ വെള്ളം കയറി. അങ്ങനെ ഈ ക്ഷേത്രത്തിൽ വന്നവർക്ക് തിരികെ മടങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയാണ്. എന്തായാലും ചേട്ടാ എങ്ങോട്ടാണ് പോകുന്നത്? എവിടുന്നാ? ഞങ്ങളിവിടെ അയലോക്കത്തുള്ള. എങ്ങനെയുണ്ട് ഇപ്പോൾ സാഹചര്യം? ഇപ്പൊ രാവിലത്തെ കാട്ടിൽ കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട്. കുറയുന്നില്ല, കൂടുന്നുണ്ട്. ഈ റാന്നിയിലെ ജലനിരപ്പ് കുറയുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഒഴുകിയെത്തുന്നതല്ലേ ഇവിടെയല്ലേ? അപ്പോൾ ഇതുവഴി വരുമ്പോൾ ഈ ജലനിരപ്പ് അവിടുന്ന് റാന്നി വരുമ്പം ഇതുപോലെ ഇവിടെയും കുറഞ്ഞു വരും. അപ്പോൾ ഈ വേറെന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ എന്തെങ്കിലും? നമ്മൾ ഇവിടെ ആരും ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. MLA ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നിലവിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളില്ല എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. എന്തായാലും ചില സൂചനകൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയ സാഹചര്യത്തിൽ അവരെയൊക്കെ ക്യാമ്പുകളിലേക്ക് മാറ്റി എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. ശരി, വ്യക്തമാണ്. പത്തനംതിട്ട ആറന്മുളയിൽ സ്ഥിതി അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. പമ്പയും മണിമലയാറും മീനച്ചിലാറും കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. റാന്നി മേഖലയിൽ വീണ്ടും ശക്തമായ മഴ പെയ്യുന്നു എന്നും അറിയാൻ സാധിക്കുന്നു. തത്സമയ വിവരങ്ങൾ നൽകിയത് മനോജാണ്.